കാള പോലെ വളർന്നിട്ടും ഇനിയും കോൾഡ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ലല്ലേ? ബാ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കോൾഡ് സ്റ്റാർട്ടിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പിന്നെ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൂൾ ഡൗൺ ആയിട്ടിരിക്കുന്ന എഞ്ചിനെ ഒന്ന് വാമപ്പ് ആക്കി എടുക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് കോൾഡ് സ്റ്റാർട്ടിങ്. ഇനി ഇതിൻ്റെ 3 മെയിൻ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഈ എഞ്ചിൻ്റെ അകത്തിരിക്കുന്ന ഓയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കൂളായി സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ നമ്മൾ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊന്ന് വാമപ്പായി ഒന്ന് ഹീറ്റ് ആവും. സെക്കൻഡ് പോയിന്റ്, ഈ വാമപ്പായ എഞ്ചിൻ ഓയിൽ അത് ഗ്രാജുവലി സർക്കുലേറ്റ് ആവാൻ തുടങ്ങും ആൻഡ് എഞ്ചിൻ്റെ അകത്തുള്ള പാർട്സിനൊക്കെ അത് പതുക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി സാധാരണ അങ്ങനെ ആർക്കും അറിയാത്ത തേർഡ് പോയിന്റ്, നമ്മൾ വണ്ടി കോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിൻ ഒന്ന് വാമപ്പായാൽ മാത്രമേ അതിൻ്റെ അകത്തുള്ള കോമ്പോണൻസ് ഒക്കെ ഗ്രാജുവലി അതിൻ്റെ ഐഡിയൽ ഓപ്പറേറ്റിംഗ് ക്ലിയറൻസ് റീച്ച് ആവത്തുള്ളൂ. ഇനി നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെയാണ് കോൾഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം വണ്ടി സ്റ്റാർട്ടാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോൾഡ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ. വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കുക, 30 തൊട്ട് മാക്സിമം ഒരു 60 സെക്കൻഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇടയ്ക്ക് റെബ് ഒന്നും ചെയ്യാണ്ട് വെറുതെ വെക്കുക. പിന്നെ വണ്ടി എടുത്തങ്ങ് പോവുക. എടുത്ത ഉടനെ റെഡ് ലൈൻ കയറ്റി അടിച്ച് പൊളിച്ചൊന്നും പോയെങ്കിൽ ഒന്ന് പതുക്കെ ഒന്നും കൂടെ ഒന്ന് ഹീറ്റപ്പ് ആവാൻ സമയം കൊടുത്തിട്ട് പിന്നെ അങ്ങ് പോവുക. ഓക്കെ.